പോലീസ് സേനയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് തുറന്ന് സമ്മതിച്ച മുഖ്യമന്ത്രി. ഔദ്യോഗിക പ്രശ്നങ്ങളും ആത്മഹത്യയ്ക്ക് കാരണമാകുന്നു. വിശദീകരണത്തെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതേ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആരംഭിച്ച ഹാറ്റ്സ് ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ് സംവിധാനം വഴി മാനസിക സംഘർഷം നേരിടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി കൗൺസിലിങ്ങും യോഗ ഉൾപ്പെടെയുള്ള പരിശീലന പരിപാടികളും നടത്തി വരുന്നു. ജില്ലാതലത്തിൽ കൗൺസിലർമാരെയും സൈക്കോളജിസ്റ്റുകളെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി കുടുംബ കൗൺസിലിംഗ് സംവിധാനങ്ങൾക്കായി ഡൊമസ്റ്റിക് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സെൻറ്റർ DCRC പ്രവർത്തിച്ചു വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപയോഗിച്ചു വരുന്നുണ്ട്. സർ, സ്റ്റേഷനുകളിൽ തുറന്ന ആശയവിനിമയത്തിനായും വിവിധ കാരണങ്ങളാലുള്ള മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് മെന്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള പോലീസ് ആക്ട് സെക്ഷൻ 104 വ്യവസ്ഥ പ്രകാരമുള്ള പോലീസ് വെൽഫെയർ ബ്യൂറോ രൂപീകരിച്ചിട്ടുണ്ട്. സേനാംഗങ്ങളുടെയും അടുത്ത കുടുംബാംഗങ്ങളുടെയും ഗുരുതരമായ അസുഖങ്ങളുടെയും അപകടങ്ങളുടെയും സന്ദർഭത്തിൽ ചികിത്സക്കായി 3 ലക്ഷം രൂപ വരെ ഗ്രാൻഡായും 3 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയായും അനുവദിച്ചു വരുന്നു. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജനം TV പുറത്തുവിട്ട വാർത്തയാണിത്. കൃത്യമായി നമ്മളിത് ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്ത കൂടിയാണ്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സഭയിലേക്ക് ഈ വിഷയം എത്തിച്ചേരുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന് കൃത്യമായ ധാരണ ഈ വിഷയത്തിൽ ഉണ്ടെങ്കിൽ പോലും ഇതിൽ യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ? മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ നിന്ന് ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ സേന ഏറെ നാളായി ആവശ്യപ്പെടുന്ന വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് സേനയിലെ കൂട്ടവിരമിക്കലും ആത്മഹത്യയുമാണെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. PC വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കണക്കുകൾ സഹിതം നിർത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. മാത്രമല്ല, ഒരു പോലീസുകാരൻ്റെ പാറശാലയിലെ പോലീസുകാരൻ്റെ ആത്മഹത്യാ കുറിപ്പുൾപ്പെടെ വായിച്ചുകൊണ്ടായിരുന്നു ഇത് പ്രമേയം തുടങ്ങിയത് തന്നെ. അത് വളരെ വൈകാരികമായിരുന്നു. കാരണം അമ്മയെ നോക്കണം, മക്കൾ ജോലിക്ക് പോകണം, പക്ഷെ ഒരിക്കലും പോലീസ് ജോലി ചെയ്യരുത് എന്നതടക്കമുള്ള ആത്മഹത്യാക്കുറിപ്പ് വായിച്ചത് വളരെ വികാര നിർഭരമായിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ 5 വർഷത്തിനിടെ 88 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ആത്മഹത്യ ചെയ്തതെന്ന് PC വിഷ്ണുനാഥ് പറയുകയുണ്ടായി. സഭ നടക്കുന്ന 6 ദിവസത്തിനിടയിൽ 5 ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു. 8 മണിക്കൂർ ഡ്യൂട്ടി എന്നുള്ളത് പോലീസുകാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അവർക്ക് സമയത്തിന് ആഹാരമോ ഉറക്കമോ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. പോലീസുകാരുടേത് ദുരിത നരക ജീവിതമാണ്. ശരാശരി 44 പോലീസുകാരെ വെച്ചാണ് 118 പോലീസുകാരുടെ ജോലി ചെയ്യിപ്പിക്കുന്നത്. സേനയിൽ അംഗബലമില്ല. പോലീസുകാർക്ക് വിഷാദ രോഗം ഉണ്ടാകുന്നു. പിടിച്ചു നിൽക്കാതെ അവർ ആത്മഹത്യ ചെയ്യുന്നു. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഒരു കുടുസുമുറിയാണ്. ഈ വനിതാ പോലീസുകാർക്ക് ഉൾപ്പെടെ ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്നു. രാഷ്ട്രീയ അതിപ്രസരം അവസാനിപ്പിക്കണം, സർക്കാർ ഇതിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നുള്ളതാണ് PC വിഷ്ണുനാഥ് പറഞ്ഞത്. മുഖ്യമന്ത്രി ഇതിന് മറുപടിയായി പറഞ്ഞത് സേനയിലെ സംഘർഷം കൊണ്ട് മാത്രമല്ല ആത്മഹത്യ സംഭവിക്കുന്നത്. ചില പ്രശ്നങ്ങൾ, എന്നാൽ ഈ ഔദ്യോഗിക ജീവിതത്തിലെ ചില പ്രശ്നങ്ങളും ഇത്തരത്തിൽ ആത്മഹത്യക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളതും അദ്ദേഹം തുറന്ന് സമ്മതിച്ചു. മാത്രമല്ല, ഈ പോലീസുകാരുടെ 8 മണിക്കൂർ ഡ്യൂട്ടി എന്നുള്ളത് അത് അത്ര വേഗം നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതിൽ നിന്ന് തന്നെ സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമായിട്ടുണ്ട്. കാരണം ഈ സേനയിൽ ഏറെ നാളായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യത്തിനൊന്നും ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ നിന്നും വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് ശേഷം അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശനും വളരെ രാഷ്ട്രീയമായി തന്നെയാണ് വിമർശനം നടത്തിയത്. ഏതായാലും ഇത്തരത്തിൽ ഈ പോലീസ് സേനയിലെ കൂട്ടവിരമിക്കലും ആത്മഹത്യയും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഡെപ്യൂട്ടേഷനും ഒക്കെ വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. ദേവിക.